ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക 21 വർഷത്തെ മികച്ച പ്രവർത്തന പാരമ്പര്യവുമായി മാധ്യമലോകത്തെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് അനുസ്യൂതം മുന്നേറുന്ന ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ 2024-2025 വർഷത്തെ കമ്മിറ്റിയുടെ പ്രവർത്തനോദ്ഘാടന വേദിയിൽ എത്തി നിൽക്കുമ്പോൾ ഈ സംഘടനയ്ക്ക് ചാരിതാർത്ഥ്യം മാത്രം. മാധ്യമപ്രവർത്തകരുടെ ചെറിയ കൂട്ടായ്മയായി തുടങ്ങി ഇന്നിപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും വലിയ മാധ്യമ അവാർഡുകൾ നൽകുന്ന സംഘടന. കേരളത്തിലെ മുതിർന്നവരും അർഹിക്കുന്നവരുമായ മാധ്യമപ്രവർത്തകരെ ഏറ്റവും വലിയ പാരിതോഷികം നൽകി ആദരിക്കുന്ന മാധ്യമ പുരസ്കാര വേദി. കഴിഞ്ഞ വർഷം നടത്തിയ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച ഗുരുവന്ദനം പരിപാടി ഇന്ത്യ പ്രസ് ക്ലബിന് മാത്രം അവകാശപ്പെടുന്നതാണ്. കേരളത്തിലെ ഏറ്റവും മുതിർന്ന വിരമിച്ച മാധ്യമപ്രവർത്തകരെ കൊച്ചിയിലെ ബോൾഗാട്ടി പാലസിൽ വെച്ച് നടത്തിയ പ്രൗഢഗംഭീരമായ മാധ്യമശ്രീ മാധ്യമരത്ന പുരസ്കാരദാന ചടങ്ങിൽ വെച്ച് സ്വർണ്ണ പതക്കം നൽകി ആദരിച്ചത് പ്രസ് ക്ലബിന്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി മാറി. ഇവിടെ 7ാം കടലിനക്കരെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാധ്യമ കോൺഫറൻസ് 2025 അരങ്ങേറുന്നു. കോൺഫാബ് എന്ന പേരിൽ ഏറ്റവും നല്ല വിജ്ഞാനപ്രദമായ സെമിനാറുകൾ, ഗ്രൗണ്ടിംഗ് എന്ന നാമധേയത്തിൽ മാധ്യമരംഗത്തെ വിഖ്യാതരായവരെ ഉൾപ്പെടുത്തി നടത്തുന്ന ഏറ്റവും വിപുലമായ പരിശീലന ക്ലാസുകൾ, മാധ്യമപ്രവർത്തകരെയും സംഘടനാ നേതാക്കളെയും രാഷ്ട്രീയ രംഗത്തെ അധികായരെയും ജനങ്ങളെയും ഉൾപ്പെടുത്തി പീപ്പിൾസ് ഫോറം ലൈവ് എന്ന ഏറ്റവും ജനപ്രിയമായ തത്സമയ സംവാദം ടോക്ക് ഷോ, നോർത്ത് അമേരിക്കയിലെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന മാധ്യമപ്രവർത്തകരെ പുരസ്കാരങ്ങൾ നൽകി പ്രചോദനം നൽകുക, ആദരിക്കുക, ഇവയെല്ലാം തന്നെ അന്താരാഷ്ട്ര കോൺഫറൻസിന്റെ ഭാഗമാണ്. കേരളത്തിലെ മീഡിയ അക്കാദമിയുമായി ചേർന്ന് പുതുതായി തുടങ്ങാൻ പോകുന്ന പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കുകയാണ് ഇപ്പോൾ. ഇതിലൂടെ കേരളത്തിലെ ജേർണലിസ്റ്റ് വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായുള്ള കാര്യങ്ങൾ ഈ വർഷത്തെ പ്രധാന പരിപാടികളിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയും കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള എല്ലാ പ്രസ് ക്ലബ്ബുകളുമായി സഹകരണം സ്ഥാപിക്കാൻ ഒരു പ്രസ് ക്ലബ് കണക്ട് പരിപാടിയും വിഭാവനം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സാധ്യതമാകുന്നത് നോർത്ത് അമേരിക്കയിലെ മാധ്യമപ്രവർത്തകരുടെയും മാധ്യമങ്ങളെ അകമഴിഞ്ഞ് സഹായിക്കുന്ന ഒരുപറ്റം വ്യവസായ സംരംഭകരുടെയും കൂട്ടായ സഹകരണത്തിലൂടെ മാത്രമാണ്. 2 പതിറ്റാണ്ടിന്റെ നിറവിൽ ബൃഹത്തായ 10ാമത് അന്താരാഷ്ട്ര കോൺഫറൻസിന് മയാമിയിൽ തിരശ്ശീല വീണപ്പോൾ തിങ്ങി നിറഞ്ഞ സദസ്സിനെ സാക്ഷി നിർത്തി ദീപനാളം അന്നത്തെ പ്രസിഡന്റ് സുനിൽ തൈമറ്റത്തിൽ നിന്നും 2024-2025 വർഷത്തെ പ്രസിഡന്റ് സുനിൽ ട്രൈസ്റ്റാർ ഏറ്റുവാങ്ങിയ ശേഷം ഈ മഹനീയ വേദിയിൽ പുതിയ കമ്മിറ്റിയുടെ പ്രവർത്തനോദ്ഘാടനത്തിന് തിരികൊളുത്തുന്നു. വാഗ്ദാനങ്ങൾക്ക് പുറമെ പ്രവർത്തനങ്ങൾ എന്ന ആപ്തവാക്യമാണ് സംഘടനയുടെ മുന്നോട്ടുള്ള കാഴ്ചപ്പാട്. പ്രസ് ക്ലബിന്റെ അടുത്ത 2 വർഷത്തെ പ്രവർത്തനങ്ങളുടെ തുടക്കമാണ് ഈ സമ്മേളനം. നവമാധ്യമങ്ങളുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഈ യുഗത്തിൽ എങ്ങനെ ഇതെല്ലാം പ്രായോഗികമാക്കാം എന്ന ചർച്ചകൾക്കും ഇവിടെ തുടക്കം കുറിക്കുന്നു. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ന്യൂയോർക്ക് ചാപ്റ്റർ ആതിഥ്യമരുളുന്ന ഈ മഹനീയ വേദിയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, without further ado, let's welcome the master of ceremony to this evening. പ്രശസ്ത ടെലിവിഷൻ ആങ്കർ കൂടിയായ പ്രവീണ മേനോൻ. We're not looking to have absolute silence. We're looking to have a great evening where this new committee have a great kick-off inaugural event to take forward the entire year of 2024-2025. So with that, I would like to first invite each Adaginda Adhyakshanum, IPCNയുടെ പ്രസിഡന്റുമായ ശ്രീ സുനിൽ ട്രൈസ്റ്റാർ അഥവാ സാമുവൽ ഈശോ. I don't know how many of you know him by that name, but our very favorite Sunil TriStar. Please join us on stage. A big round of applause.
guest for this evening, Honorable Roji M. John, Member of the Legislative Assembly for the Angamali constituency from the Ernakulam district, to please join us on stage. We would like another round of applause for our chief guest this evening. We've been also privileged to have our guest of honor this evening, the Honorable Consulate General of India in New York, Mr. Vinaya Shrikanta Pradhan. Please put your hands together for the Consulate General. Prior to his current role as the Consulate General, he held the position of High Commissioner to India, to Tanzania, and Permanent Representative to the Eastern Africa Community from August 2021 to January 2024. It's a privilege, sir, to have you here. Next, may I request our chief guest, Honorable Judge Julie Matthew from Fort Bend County, Texas. She started her journey from the Penn State University and then continued to the Delaware Law School, where did she earn her Juris Doctorate, and with 2 decades in the Fort Bend County, I'm sure she's proud of her roots from Kerala. Thank you so much for joining us here. Next, may I request the National Secretary of IPCNA, Shijo Paulos, to please join us on stage. I think we need probably louder applause than that. Oh, Shijo came the other way. I'm sorry. Next, may I request IPCNA National Treasurer Vishak Cherian to join us on stage. May we also have IPCNA Advisory Board Chairman Sunil Taimatam to join us. Next, I've been screaming diversity, and this is the chance for me to announce IPCNA Joint Secretary Asha Matthew to please join us on stage. Maybe the women get loud clapper this time. I would like to request IPCNA Vice President Anil Kumar Aramala. Also, IPCNA Joint Treasurer Roy Mulangunna. Next, may I invite Advisory Board members Biju Kerkekut, George Joseph, Reggie George, Madhu Kotarakara, Taj Matthew, and Jose Florida. Put your hands together for the Advisory Board members. Also Vincent Emmanuel, Raju Palak. May I also request the Fokana President, Dr. Babu Stephen, former National Treasurer Biju Thonikadam, WMC Global President Thomas Mottigal. Now let's invite the hosting chapter New York President, Sholi Kumbliveli. You can continue to applaud. We definitely need a lot more energy. There's a lot to go through. Next, may I request hosting chapter Secretary Jojo Kotarakara, hosting chapter Treasurer Binu Thomas, hosting chapter Vice President Moideen Kutajira, hosting chapter Joint Secretary Jacob Manuel, may I request Mr. George Joseph to also join us on stage from the Advisory Board. I would like to invite Shijo Paulos, the National Secretary, for his welcome speech. As you all know,
He is the production coordinator for the Asianet News in America and also the Asianet News producer, and of course, he's popularly known for his YouTubing travelogue called the Shijo's Travel Diary. If you've not checked it out, it's absolutely amazing and you should. Put your hands together for Shijo. ഈ വരുന്ന 2 വർഷത്തേക്കുള്ള ഇനോഗ്രേഷൻ സെറമണിയാണ് ഇവിടെ നടക്കുന്നത്. ഈ വെള്ളിയാഴ്ച ദിവസം ഈ സമയത്ത് ഇത്ര പേര് ഇവിടെ എത്തുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയൊരു അതിശയമായിട്ട് തന്നെ തോന്നുകയാണ്. അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ സുനിൽ ട്രൈസ്റ്റാർ, ഹോണറബിൾ MLA റോജി എം ജോണിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹോണറബിൾ വിനയ ശ്രീകാന്ത് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹോണറബിൾ ജൂലിയ മാത്യുവിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൗൺസിൽ ശ്രുതി പാണ്ഡ്യ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഫൊക്കാന പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫൻ, ഫോമ നാഷണൽ ട്രഷറർ ബിജു തുണിക്കടിവിൽ, WMC ഗ്ലോബൽ പ്രസിഡന്റ് തോമസ് മുണ്ടയ്ക്കൽ, അഡ്വൈസറി ബോർഡ് ചെയർമാൻ സുനിൽ തൈമറ്റ, അതുപോലെ തന്നെ നാഷണൽ ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ, ന്യൂയോർക്ക് ചാപ്റ്റർ മെമ്പേഴ്സ്, മറ്റ് എല്ലാ പ്രസ് ക്ലബ് മെമ്പേഴ്സിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വരുന്ന 2 വർഷം സുനിൽ ട്രൈസ്റ്റാറിന്റെ നേതൃത്വത്തിലുള്ള ഈ ടീം നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാൽ മുന്നോട്ട് പോകും എന്ന് ഉറപ്പ് തരുന്നു. പ്രത്യേകിച്ച് അമേരിക്കയിൽ വിവിധ സംഘടനകൾ പല പ്രശ്നങ്ങളാൽ തിരിഞ്ഞു നിൽക്കുന്ന സന്ദർഭം ഉണ്ടായിരുന്നു. ആ സമയത്ത് മധു മുൻകൈയെടുത്ത് റൗണ്ട് ടേബിൾ എന്നൊരു പ്രോഗ്രാമിലൂടെ എല്ലാവരെയും ഒന്നിപ്പിക്കാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ തുടർന്നുള്ള ഈ വർഷങ്ങളിൽ അതുപോലെ തന്നെ എല്ലാവരെയും ഉൾപ്പെടുത്തി മുന്നോട്ട് പോകും എന്ന ഉറപ്പോടെ ഞാൻ നിർത്തുന്നു. താങ്ക് യു. May I request our chief guest tonight to please come forward for lighting of the lamp. Honorable Roji M. John, Honorable Councillor General, Honorable Judge Julie, Sunil Tristar, we are requesting Sunil to please light the lamp. Next, may I request Shijo Paulos. Requesting Vishak Charian.
Sunil Thaimattam. Asha Matthew. President Dr. Babu Stephen. Former National Treasurer Biju Tonikada. WMC Global President Thomas Mortimer. Thank you. Next, may I request the hosting chapter New York team to please step forward. This will be the official inauguration for the New York chapter of IPCNA. Can we please put a big round of applause for the hosting chapter New York? Wishing you all the best, Team New York. And with that, I would like to request Sunil TriStar to please render the presidential address. Namaskaram. Connecting minds, sharing stories, journalism meets community. ഇതാണ് ഇന്നിവിടെ പ്രാവർത്തികമാകുന്നത്. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ 2024-25 വർഷത്തെ ഔപചാരികമായ പ്രവർത്തനോദ്ഘാടനത്തിന് എത്തിയ വിശിഷ്ടാതിഥികൾ, മാധ്യമ സുഹൃത്തുക്കൾ, കൂടാതെ പ്രസ് ക്ലബിൻ്റെ തുടക്കം മുതൽ മാധ്യമങ്ങളോടും മാധ്യമ പ്രവർത്തകരോടും സഹകരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടുമുള്ള ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ കടപ്പാട് ആദ്യം തന്നെ ഞാൻ അറിയിക്കട്ടെ. ചെറിയ കൂട്ടായ്മയായി 21 വർഷങ്ങൾക്ക് മുമ്പ് ന്യൂയോർക്കിലെ റോയൽ പാലസിൽ ഞങ്ങൾ ചുരുക്കം ചിലർ ഒരു സായം സന്ധ്യയിൽ ആരംഭിച്ച ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ഇന്നിതാ വളർന്ന് പന്തലിച്ച് അന്താരാഷ്ട്ര പ്രസ് കോൺഫറൻസുകളും മാധ്യമരംഗത്തെ ഏറ്റവും വലിയ പുരസ്കാരങ്ങളായ മാധ്യമശ്രീ, മാധ്യമരത്ന അവാർഡുകളും നൽകി ഇപ്പോഴിതാ മറ്റൊരു റോയൽ പാലസിൽ 2024-25 പ്രവർത്തനോദ്ഘാടനത്തിന് വേദിയാകുന്നു. ഈ മഹനീയ മുഹൂർത്തത്തിൽ പുതിയ കമ്മിറ്റിയുടെ പ്രവർത്തനോദ്ഘാടനത്തിന് തിരികൊളുത്തിയ ഈ വേദിയിൽ വാഗ്ദാനങ്ങൾക്ക് പുറമെ പ്രവർത്തനങ്ങൾ എന്ന ആപ്തവാക്യമാണ് സംഘടനയുടെ മുന്നോട്ടുള്ള കാഴ്ചപ്പാട്. നവമാധ്യമങ്ങളുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഈ യുഗത്തിൽ എങ്ങനെ ഇതെല്ലാം മാധ്യമ പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്താം, ഉൾക്കൊള്ളിക്കാം, പ്രായോഗികമാക്കാം എന്ന ചർച്ചകൾക്കും ഇവിടെ ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ്. ഇന്ന് ഈ വേദിയിൽ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ വളരെ ചാരിതാർത്ഥ്യത്തോടെയാണ് നിൽക്കുന്നത്. ഇത്രയും വർഷങ്ങൾ ഈ സംഘടനയെ നടത്തിയ, നേതൃത്വം വഹിച്ച എല്ലാവരും ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ സംഘടനയുടെ പ്രത്യേകത. ഒരു പ്രസിഡന്റായി കഴിഞ്ഞ് പിന്നീട് ഒരിക്കലും സംഘടനയുമായിട്ട് അടുത്ത് ബന്ധപ്പെടാതെ പോകുന്ന ഒരു രീതിയാണ് നമ്മൾ കാണാറുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയ്ക്ക് താങ്ങും തണലുമായി
മുൻ പ്രസിഡന്റുമാരും മുൻ സെക്രട്ടറിമാരും മുൻ ട്രഷറർമാരും എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. ഞാൻ അധികം നീട്ടുന്നില്ല, കാരണം ഇതിനു ശേഷം വേറൊരു ഫംഗ്ഷൻ ഇവിടെ നടക്കാനുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയും ഇനിയും ഞങ്ങളുടെ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ എല്ലാം ആശംസകളും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സുനിൽ. അടുത്തതായി ഉദ്ഘാടന പ്രസംഗത്തിനായി ഓണറബിൾ MLA റോജീവ് ജോണിനെ ക്ഷണിച്ചോളൂ. അധ്യക്ഷൻ IPCNയുടെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ സുനിൽ ട്രൈസ്റ്റാർ, വേദിയെയും സദസ്സിനെയും ധന്യമാക്കുന്ന ഏറെ ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, ഏറെ പ്രിയമുള്ളവരെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സമയം പരിമിതമായതുകൊണ്ട് ഞാൻ അഭിസംബോധന ചുരുക്കിയതാണ്, സദയം ക്ഷണിക്കുക. അമേരിക്കയിലേക്ക് എൻ്റെ 3ാമത്തെ സന്ദർശനമാണിത്. ഞാനിപ്പോൾ ഈ വേദിയിലിരുന്നപ്പോൾ ഞാൻ ആലോചിച്ചത്, ഈ 3 തവണ ഞാൻ അമേരിക്കയിൽ വന്നതും IPCNയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ IPCNയുമായിട്ടുള്ള ഒരു ബന്ധം അത്ര അധികമുണ്ട് എന്ന് എനിക്ക് തന്നെ തോന്നിയ നിമിഷങ്ങളാണ്. നാട്ടിൽ തിരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ചൂട് പിടിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് ഒരു രാഷ്ട്രീയക്കാരൻ നാട്ടിൽ നിന്ന് മാറി ഇവിടേക്ക് വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു സമയമല്ല. പക്ഷെ എന്നിരുന്നാലും IPCNയുടെയും അതുപോലെ തന്നെ ഷിജോ പോലോസിൻ്റെയും ഒക്കെ സ്നേഹപൂർവ്വമുള്ള നിർബന്ധത്തിന് വഴങ്ങി ഈ സംഘടനയോടും ഇതിലെ വ്യക്തികളോടും ഒക്കെയുള്ള ഒരു ബന്ധത്തിൻ്റെ ഊഷ്മളത കൊണ്ട് മാത്രം ഞാനിവിടെ നിൽക്കുന്നുവെന്ന് മറ്റന്നാൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ IPCNയുടെ പരിപാടികൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അമേരിക്കയിലായാലും നാട്ടിലായാലും ഒക്കെ എന്നും വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ്, അഭിമാനത്തോടു കൂടി തന്നെയാണ് IPCNയുടെ പ്രവർത്തനങ്ങളെ ഞങ്ങളൊക്കെ നോക്കിക്കാണുന്നത്. വളരെയേറെ സന്തോഷമുണ്ട്. മറ്റൊന്നുമല്ല, ഇവിടെ പറഞ്ഞതുപോലെ ഏകദേശം 1.5 പതിറ്റാണ്ടിലധികമായി ഈ സംഘടന പ്രവർത്തനം ആരംഭിച്ച് കക്ഷി രാഷ്ട്രീയത്തിന് ജാതിമത ചിന്തകൾക്കൊക്കെ അതീതമായി മാധ്യമപ്രവർത്തകരെ എല്ലാവരെയും ചേർത്ത് നിർത്തി ഒരു കുടക്കീഴിൽ അണിനിരത്തി മുന്നോട്ട് പോകുവാനായിട്ട് ഈ സംഘടനയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ അഭിനന്ദനാർഹമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അമേരിക്കയിലെ മാധ്യമപ്രവർത്തനത്തോടൊപ്പം തന്നെ നാട്ടിലെ മാധ്യമരംഗത്ത് ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകളൊക്കെ നടത്തി മാധ്യമ അവാർഡുകളൊക്കെ ഉൾപ്പെടെ സംഘടിപ്പിച്ച് വിപുലമായ പരിപാടികളും മാധ്യമ സെമിനാറുകളും ഒക്കെയായി വ്യത്യസ്തമായ രീതിയിൽ സംഘടന മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വളരെയേറെ സന്തോഷമുണ്ട്. ഒരു ജനാധിപത്യ സംവിധാനത്തിലെ മാധ്യമങ്ങളുടെ സ്ഥാനം എത്രത്തോളം ഉണ്ട് എന്ന് എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്നവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും എന്ന മൊത്തം ബോധ്യയിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മാധ്യമ പ്രവർത്തനം വളരെയേറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് പലതരത്തിലുള്ള വെല്ലുവിളികൾ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമൂഹ മാധ്യമങ്ങളുടെയൊക്കെ ഒരു കടന്നുവരവോടുകൂടി എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണും ഏതെങ്കിലുമൊക്കെ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടുള്ളപ്പോൾ ഇന്ന് നാട്ടിൽ ജനിച്ചു വീഴുന്ന ഏതൊരു വ്യക്തിയും ഒരു സ്വയം മാധ്യമപ്രവർത്തകനായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തമായി മാധ്യമപ്രവർത്തനം നേരിടേണ്ടുന്ന ഒരു വെല്ലുവിളി അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെയാണ് നമുക്കറിയാം, ഇന്ന് രാജ്യത്തെ ഇന്ത്യയിലായാലും ലോകത്താകമാനമായാലും ഭരണകൂടങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വലിയ തോതിലുള്ള സമ്മർദ്ദം, അതുപോലെ തന്നെ മാധ്യമ സ്ഥാപനങ്ങളുടെയൊക്കെ സാമ്പത്തിക താല്പര്യം, TRP കമ്മിറ്റ്മെന്റ്സ് അല്ലെങ്കിൽ കമ്പൽഷൻസ് വേണമെങ്കിൽ നമുക്ക് പറയാം, അതൊക്കെ നിലനിൽക്കുമ്പോൾ സ്വതന്ത്രമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ജോലി തന്നെയാണ്. പക്ഷേ ആ ജോലി ഏറ്റവും ഉത്തരവാദിത്തത്തോടു കൂടി വളരെ സ്വതന്ത്രമായി ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ വളരെയേറെ സന്തോഷമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക്
പ്രത്യേകിച്ച് വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിലൊക്കെ 2023 ഏറ്റവും ഒടുവിലെ കണക്ക് വന്നപ്പോൾ ഇന്ത്യ 180 രാജ്യങ്ങളിൽ 161ാമത്തെ സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നുള്ളത് നമ്മുടെ മുമ്പിൽ വളരെ ആശങ്കയുളവാക്കുന്ന ഒന്നാണ്. 2022 നമ്മൾ 180ാം സ്ഥാനത്തായിരുന്നു. 23 ആയപ്പോഴേക്ക് നമ്മൾ 180 161ലേക്ക് നമ്മൾ എത്തിയെന്നുള്ളതാണ്. അപ്പം അത്ര അധികമായിട്ട് മാധ്യമരംഗം വലിയ തോതിലുള്ള സ്വാധീനങ്ങൾക്ക് ബലപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 2022 കണക്കെടുത്ത് പരിശോധിച്ചപ്പോൾ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം കൂടി കാണാൻ കഴിഞ്ഞു. 2022 മാത്രം ഏകദേശം 194ഓളം മാധ്യമപ്രവർത്തകർക്കെതിരെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ, അത് പ്രത്യേകിച്ച് സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിട്ടുള്ള അന്വേഷണങ്ങളും കേസുകളും ഒക്കെയായി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വലിയ തോതിലുള്ള പ്രതിസന്ധികളിലൂടെ മാധ്യമരംഗം ഇന്ത്യയിലേക്ക് കടന്നു പോകുന്നു. US രീതി നമുക്കറിയില്ല, നിങ്ങൾ അതിനേക്കാൾ കൂടുതലായിട്ട് അത് ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ രീതിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. ഞാൻ പറഞ്ഞു വന്നത്, ലോകത്തെമ്പാടും ഒരുപക്ഷെ പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ മാധ്യമരംഗം വലിയ രീതിയിലുള്ള പ്രതിസന്ധി അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. ജനാധിപത്യത്തിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ജനാധിപത്യത്തിൻ്റെ 4ാം തൂണായിട്ടാണ് മാധ്യമങ്ങളെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറുവാനായിട്ട്, എവിടെയെങ്കിലുമൊക്കെ മനുഷ്യരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അത് പൊതുസമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനൊക്കെ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും ഒക്കെ ഏറ്റവും അധികമായിട്ടുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കണമെന്നും അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവണമെന്നും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പലതരത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ അവിടെ പ്രതിസന്ധികൾ നേരിടുന്നു. ആ പ്രതിസന്ധികളുടെ നടുവിലാണ് ഓരോ മാധ്യമപ്രവർത്തകരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിൽ നിങ്ങൾ വഹിക്കുന്ന പങ്ക് അത് ഏറ്റവും ഭംഗിയായി നിർവഹിക്കുവാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. ഞാനൊരു സുദീർഘമായ പ്രസംഗത്തിലേക്ക് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. വളരെ ചുരുങ്ങിയ ഒരു ഷോർട്ടായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നതിന് ശേഷവും നമ്മളെല്ലാവരും അടുത്ത പ്രോഗ്രാമിന് വേണ്ടി നമ്മളിവിടെ കാത്തു നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ വിശേഷങ്ങൾ കാണാനും കേൾക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന വലിയൊരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. പ്രത്യേകിച്ച് ഈ നാടുമായിട്ട് നമ്മുടെ നാടിനുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ അടുത്തൊരു ബന്ധമാണ്. ഇത്ര ജോഗ്രഫിക്കലി നമ്മൾ ഇത്ര ദൂരത്താണ് എങ്കിലും മനസ്സുകൊണ്ട് രണ്ട് നാടുകളും തമ്മിലുള്ള അടുപ്പം വളരെ വലുതാണ്. അതുകൊണ്ട് അമേരിക്കയിലെ ഓരോ ചലനങ്ങളും, അത് രാഷ്ട്രീയമായിരിക്കാം, ഇവിടുത്തെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടായിരിക്കാം, ഓരോ മേഖലയിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാൻ എന്നും താല്പര്യമുള്ള ഒരു സമൂഹമാണ് നാട്ടിലേത്. ആ ചലനങ്ങൾ കൃത്യമായി ഒപ്പിയെടുത്ത് നാട്ടിലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ നിങ്ങൾ ഓരോരുത്തരും വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങളൊക്കെ രാവിലെ പലപ്പോഴും TV ഒക്കെ കാണുമ്പോൾ അമേരിക്കൻ വിശേഷങ്ങൾ, അമേരിക്കൻ വാർത്തകളൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒക്കെ റിപ്പോർട്ടിങ്ങുകൾ ഞങ്ങൾ കാണാറുണ്ട്. ആ റിപ്പോർട്ടിങ്ങുകൾ കാണുമ്പോൾ അമേരിക്കയുടെ ചലനങ്ങൾ അത് കൂടുതൽ മനസ്സിലാക്കുവാനും കൂടുതൽ അടുത്തറിയാനും ഒക്കെ ഏറെ സഹായകരമായിട്ടുള്ള രീതിയിലുള്ള റിപ്പോർട്ടിങ്ങുകളാണ് ഇവിടെ നിന്നൊക്കെ വരുന്നത്. അതിലൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇന്ത്യയും അമേരിക്കയും അല്ലെങ്കിൽ നമ്മുടെ നാടും ഇവിടുത്തെ സമൂഹം തമ്മിലുള്ള ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിലും ഈ നിങ്ങളിവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന മാധ്യമപ്രവർത്തകർ ഓരോരുത്തരും വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. അത് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നമ്മുടെ നാടിൻ്റെ പ്രവർത്തനങ്ങളിലും നാട്ടിലെ ഓരോ കാര്യങ്ങളിലും നിങ്ങളെടുക്കുന്ന താല്പര്യവും ഞങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അമേരിക്കയിലാണെങ്കിൽ കൂടി നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സ് നമ്മുടെ നാടിനോടൊപ്പം നാട്ടിലെ ഓരോ വ്യക്തിയോടൊപ്പമാണ് എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നാടിന് ഉപകാരപ്രദമായ തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള പരിപാടികളുമൊക്കെ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിന്ന് മുൻകൈയെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമാകാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ IPCNA അടുത്ത വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. സുനിൽ ട്രൈസ്റ്റാറിൻ്റെ നേതൃത്വത്തിൽ നല്ലൊരു ആക്റ്റീവായിട്ടുള്ള ഒരു ടീമാണ് ഇവിടെ ചുമതല ഏറ്റെടുക്കുന്നത്. ഈ ടീമിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സജീവമായിട്ടുള്ള സപ്പോർട്ടോട് കൂടിയിട്ട് അടുത്തൊരു വർഷത്തെ പ്രവർത്തനങ്ങൾ ഏറ്റവും ശക്തമായി മാതൃകാപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ IPCNA പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഈ വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ വളരെ സന്തോഷപൂർവ്വം നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. Thank you so much. May I next request the guest of honor, Honorable Councillor General, to speak a few words. Honorable Member of Legislative Assembly, Mr. Rojit John, Honorable Judge,
Ms. Julie Matthew, President of IPCNA, Mr. Sunil Treister, members of Advisory Committee, other distinguished guests, namaskar, and a very good evening. I'm really happy to be here. I'm getting a feeling that I'm back to my days in Petroleum Ministry when I would go to Cochin and Trivandrum to attend few government events, and somebody who doesn't understand Malayalam. So I would basically try to guess as to what the other speakers, what the other guests are saying. So today, I can make a sense about what we are discussing, but really very happy to be amongst friends here. I have joined as Consul General last month in January, on 15th of January. So this is more like the 7th week that I am in this beautiful place, and this is probably the 6th time I have come to New Jersey. But it's always great to come to this place where I know we have a sizable Indian diaspora which stays here. I'm really happy that IPCNA is very active. I'm told that they have been active in this place for over 2 decades now. And a few days back I met Mr. Sunil Treister and a few other colleagues. A week before I also met the colleagues from Puma and Turkana. It was mostly to discuss about the community issues, also to get a sense about the communities, different friends from Kerala who stay in different parts of the United States. But like I said, I'm rather new. I have kind of come with an open mind to understand, how we live here, what are the issues we deal in the community, what are the issues we face, how do we interact with between the communities and the consulate, and what has been the experience so far, and how do we improve it. That is broadly, that has remained my community interaction. But today, like Mr. Sunil said, it's a interesting forum where we are also having a combination of community and media. And it's good to see that we have about 80 members of IPCNA who are active. I have met many who are active in AsiaNet, many other platforms, people who are active in social media, people who are active in television and print. So it's good to be among friends from media, but also people who are very active in the community issues. So let me not speak about media. I think you mostly being media members. I will not add to any of your knowledge or information. I'll speak about 3 things today. One is about community. In community, like I said, I met distinguished members from Puma and Turkana. I heard some of the issues that our community members face, and I have suggested them that let us have regular interaction. Let us organize a camp whereby we can issue OCI cards to all the members who are holding American passport, not holding Indian passport, so that you have ease of traveling to India at will. You don't have to bother about visa to go to India. So that is one issue that we recently discussed. I have offered them to host a consular camp. If they want to do it here, they want to do it in consular, wherever they want to do it. We'll send our colleagues who can help in filling up the OCI forms, so that that issue would be taken care of. The other issue that I discussed with them, and rather I requested them, both as media as well as community leaders, was the issue of students. Many of you have come here as students, and now you would be staying here or staying on here. But recently, as you would have noticed, we are finding in Indian press quite a few media publicity about students, Indian students facing problem here. Some of them made accidents, some of them died, some of them are having some issues. And I always feel that the communities should be better connected to the student community. End of the day, the student community is the feeder community. They are going to be part of the community on this side after a few years. So that was the other thing I discussed with the community leaders, and we wish to work with both Puma Pukana on that issue, and also with IPCNA. And I'm happy that they promised that they will also work on this direction to connect better with the Indian students who are coming for education. And in the initial months, they generally face kind of challenges to navigate their way through while settling down in US.
The other issue is the larger India-US relationship. You being representative of media, you being representative of community, you have been staying here, you also have your own observation about what is happening between India and United States. I would just add 2-3 points. I would say that we have come a long way. I remember when I was a student in university in JNU, we would be having mixed views about India-US relationship. And then, India went for nuclear test. We saw the sanctions imposed by United States. We had a difficult relationship at that point of time. Now, when I look back, I think as if, that was a very distant past. Because in 2024, we are very close, friends. We are very strong partners. We have something called, strategic partnership. And we feel, in the words of President Biden, India-US relationship is one of the most consequential relationship of 21st century. So we have come that far in a very short period of time. I would say the role that Indian American community has played in cementing this relationship has been very significant, and I must compliment you as member of Indian American community for having played that significant role of bringing the two countries closer. Now, within that broad framework of India-US relationship, I see tremendous growth in trade, investment, tremendous growth in engagement between the universities, engagement between the cultural bodies, people-to-people relationship. So you name any activity of human endeavor, you'll find that we are actually working together on that particular issue. So now we are basically representing a relationship which is very diverse, which is very strong, which is very intense, and which is actually a dynamic relationship. And the third point that I would say, since we are all in New Jersey, I would say New Jersey is taking the lead in taking the relationship to the next level. On 6th of February, I was here in New Jersey with the Governor Bill Murphy, and many of our elected representatives were there, like Mr. Sam Joshi or Assemblymen, senators, and we created something called New Jersey India Commission. That has about 39 distinguished members, mostly people from Indian American community, and their job is to bring New Jersey and India closer, both economically and culturally. And as you know, the governor had visited India in 2019 and he plans to visit again. And now we are talking about much bigger things. The other day I was speaking to somebody who also happens to be from your community, Mr. Wes Matthew. He is the CEO of Choose New Jersey. And we were discussing about the possibility of setting up an India Mart in New Jersey. Like recently you would have noticed, Prime Minister Modi inaugurated the India Mart in Dubai. We were discussing the possibility of doing something similar here. So when I come to New Jersey, when I talk about New Jersey, I rather feel that I am talking about one of the 10 states that I serve as Consul General, but the state which is leading in bringing India and a state from this side together. So I'm really happy to come to this place again. Like I said, I'm new. I'll be here for 3 years. I would look forward to work with each one of you. And let me thank once again to IPCNA for inviting me and giving me this opportunity to interact with you. Thank you very much. Thank you so much, sir. I believe this is probably one of your first events with the Kerala community. Is that correct? All right. We hope to see you more among many other cultural events and community events that we have. And we promise every time we come to you, it's not going to be with a problem. Also, that is kind of a tendency. When I told my husband I was going to come to MC this event and the guest is going to be the Consul General, he said, "Namada OCI na kaiyum chochu chance idiyada." In Malayalam, what I meant is that maybe you should check with him whether we'll get an OCI or not, sir. So there's general tendency, but absolutely a privilege and honor to have you here, sir. Next, may I request our chief guest, Honorable Judge Julie Matthew, to please speak a few words. Good evening, everyone. Esteemed MLA, Mr. John, Consul General Pradhan, office holders, and guests of the India Press Club of North America. I'm honored to address you today at the commencement of the Press Club activities for 2024-2025. As the India Press Club sets sail on this journey, let's applaud the profound impact of journalism in enlightening, inspiring, and uniting us. May your collective endeavors uphold the core tenets of truth, transparency, and accountability.
may foster a dynamic community within the Indian diaspora, echoing the diverse voices of each and every one of us who hold our motherland very dear. My gratitude to Sunil TriStar for extending this invitation to me and providing me with a chance to connect with all of you. Congratulations on the last 24 years of India Press Club of North America, which has nurtured journalists of Indian descent. Here's to another 24 more years in 2024. Thank you once again. Thank you. May I now request, on the behalf of the IPDCNA Advisory Board, the Chairman to please come forward to speak a few words. Put your hands together for Mr. Sunil Taimattam. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ എൻ്റെ പ്രിയപ്പെട്ട ശ്രീ സുനിൽ ട്രൈസ്റ്റാർ, അതുപോലെ തന്നെ 2019 IPCNയുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട റോജി ജോണമലിൻ്റെ മധു കൊട്ടാരക്കര പ്രസിഡന്റും ഞാൻ സെക്രട്ടറി ആയിരുന്നു ഫ്ലോറിഡയിൽ നിന്ന് ഈ സംഘടനയെ ആശീർവദിച്ച അതേ കൈകൾ കൊണ്ട് ഈ ചടങ്ങ് ആശീർവദിച്ചതിൽ തീർച്ചയായിട്ടും ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ സുനിൽ ട്രൈസ്റ്റാർ, അതുപോലെ തന്നെ ഷിജോ പോലോസ്, വിശാഖ് ചെറിയാൻ, ഈ ത്രിമൂർത്തികളുടെ ഒരു തേരോട്ടം നമുക്ക് ഈ അടുത്ത 2 വർഷം കൂടെ കാണാൻ സാധിക്കുമെന്നുള്ള വിശ്വാസമുണ്ട്. ഞാനും എനിക്ക് മുമ്പുണ്ടായിരുന്ന ബിജുവും അതും തൊട്ടുള്ള ശ്രീ ജോർജ് ജോസഫ് വരെയുള്ള ആളുകൾ ഒരു വേണാട് എക്സ്പ്രസ്സോ അല്ലെങ്കിൽ ആലപ്പി എക്സ്പ്രസ്സോ അല്ലെങ്കിൽ ഒരു വന്ദേ ഭാരത് സ്പീഡിൽ ഓടാൻ കഴിവുള്ള 3 പേരാണ് ഈ സംഘടനയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനകത്ത് അഭിമാനമുണ്ട്. ഇന്ത്യ പ്രസ് ക്ലബിനെ സംബന്ധിച്ചുള്ള 2006 രൂപം കൊണ്ട് ഈ കാലയളവിൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഞങ്ങളുടെ പ്രവർത്തന രീതിയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഈ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി ഈ അമേരിക്കൻ മലയാളികളുടെ ഇടയിൽ വളർന്നു വന്ന ഒരു സംഘടനയാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ സംഘടനയുടെ കെട്ടുറപ്പും ഞങ്ങളുടെ കൂട്ടായ്മയും ഈ ഇരിക്കുന്ന വേദിയിൽ എന്നോടൊപ്പം മുൻപ് പ്രവർത്തിച്ചത് എൻ്റെ മുൻ പ്രസിഡന്റുമാരുള്ള അഡ്വൈസറി ബോർഡുള്ള എല്ലാ സഹപ്രവർത്തകരുണ്ട്. അതിൽ വേദിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ സംഘടനയുടെ ഏതെങ്കിലും രീതിയിൽ ഭാഗമാക്കിയ ആളുകളാണ്. ഫോക്കാനയുടെ പ്രസിഡന്റ് ശ്രീ ബാബു സ്റ്റീഫൻ, അതുപോലെ ഫോമയുടെ ട്രഷറർ ബിജു, അങ്ങനെയുള്ള അതേപോലെ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ശ്രീ തോമസ് മൊട്ടയ്ക്കൻ, അങ്ങനെയുള്ള ഓരോ വ്യക്തികളും ഈ സംഘടനയായിട്ട് ഓരോ ഘട്ടങ്ങളും സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം, മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചോളം, ലോകത്തെവിടെയാണെങ്കിലും സമൂഹം എന്നൊരു വിടയുടെ ഇടയിൽ വളർന്നു വരുന്ന കളകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മാധ്യമപ്രവർത്തകരുടെ ചുമതല. പക്ഷേ നമുക്കറിയാം, ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും മാധ്യമപ്രവർത്തകരുടെ കൈകൾ ബന്ധിക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ മേഖലകളിലും നടന്നു വരുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നല്ലൊരു മാധ്യമപ്രവർത്തനം, അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര മാധ്യമപ്രവർത്തനം, ധീരമായ മാധ്യമപ്രവർത്തനം നടത്താൻ താല്പര്യമുള്ള ഒട്ടേറെ ഈ സംഘടനയിലുണ്ട്. അത് നമ്മുടെ ലോകത്തെല്ലായിടത്തുമുണ്ട്. അവരാണ് ഈ കളകൾ ഇന്നും പറിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു മാധ്യമപ്രവർത്തകരും കൂടെ ഈ സമൂഹത്തിൽ ഇല്ലെങ്കിൽ ഈ സമൂഹത്തിൻ്റെ അവസ്ഥ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അടുത്ത 2 വർഷക്കാലം ഇന്ത്യ പ്രസ് ക്ലബിന് നോർത്ത് അമേരിക്കയെ സംബന്ധിച്ചോളം ഞങ്ങൾ നാളിതുവരെ കടന്നു വന്ന പടികളും നാളിതുവരെ നിങ്ങളുടെ ഓരോരുത്തരുടെ സഹകരണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പറയുന്ന ട്രൈസ്റ്റാറിൻ്റെയും സുനിൽ ട്രൈസ്റ്റാറിൻ്റെയും ഷിജോ പോലോസിൻ്റെയും വിശാഖിൻ്റെയും നേതൃത്വത്തിലുള്ള ഈ സംഘടന തീർച്ചയായിട്ടും മുന്നോട്ട് തന്നെ കൂടുതൽ പ്രവർത്തനം കാഴ്ചവെച്ച് മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ ചടങ്ങിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തർക്കും ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ അഡ്വൈസറി ബോർഡിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഒരു മുൻ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ നവംബറിൽ മയാമിയിൽ നടന്ന കോൺഫറൻസിൽ ഒട്ടേറെ പേർ ഈ ന്യൂജേഴ്സിയിൽ നിന്നും അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അവിടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Next, may I request for Kana President Dr. Babu Stephen to say a few words.
Thank you, Sunilji, for inviting me to attend this function. It's a great pleasure for me to address this distinguished gathering this beautiful evening. When you land in Kerala, whether in Cochin or Trivandrum or any other airport, do you feel there is a freedom of press in India? We remember 1975, when Indira Gandhi declared emergency. You know how India was. Where was the press then? Do you think there will be no other emergency in India? Maybe. They can declare another emergency, provided any ruling party can have their own party ruling in Maharashtra, Tamil Nadu, Karnataka, Andhra, West Bengal. There will be an emergency. Today, according to United Nations, 2 billion people are in India. 250 million Muslims, 58 million Christians. Do they have freedom? Think about it. Do they have really freedom? The Constitution preamble clearly states, "We the people of India having solemnly resolved to India and the sovereign democratic republic, freedom of worship, freedom of speech." Do you have that? Think about it. I don't think we have. And even the United States, 99.9% there is freedom. 1% there is no freedom. You know that when Bhagavan Rajneesh started an ashram in Oregon, 60 minutes interview, he said, "Where is Reagan? Who is he to stop my visa?" That one word, the president made sure he leaves America. He left America. They made him to leave America. Where is freedom? Do they have freedom in China? Do they have freedom in Russia? Do they have freedom in Cuba? Do they have freedom in North Korea? Where is the freedom? We all talk about freedom of press. There is no such thing called freedom of press. There is certain extent. Even in India, they can criticize up the chief minister. You criticize the prime minister. You criticize the home minister. You will know what is the freedom of press. But comparing the all over the world, America is the best country. Into this India Press Club can do wonders. I always tell them, don't limit to 2 programs, 2 circus. One is USA, one is in Kerala. They should get involved internationally. We have press council, we have press in American Press Club in Washington. Very easy to get admission to that press club. That is where the president, the congressmen, senators address the new laws. We'll have to get involved in such things. Don't limit to only 2-3 circuses. Sunil, I wish you all the best. I know you are very capable, you are efficient. You will do wonders. Thank you very much for inviting me. Thank you. May I next request former National Treasurer Biju Thonikadavu to say a few words. എല്ലാവർക്കും നമസ്കാരം. യോഗത്തിൻ്റെ അധ്യക്ഷൻ IPCNയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ സുനിൽ തൈസ്റ്റർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ റോജി ജോൺ MLA, നമ്മുടെ അമേരിക്കൻ മലയാളികളുടെ അഭിമാനം പ്രിയപ്പെട്ട ഹോണറബിൾ ജഡ്ജ് ജൂലി മാത്യു, അമേരിക്കൻ കോൺസുലേറ്റ് ജനറൽ ആൻഡ് പ്രസിഡന്റ് അടക്കമുള്ള വേദിയിലിരിക്കുന്ന IPCNയുടെ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ സുനിൽ തൈസ്റ്ററിന്റെ നേതൃത്വത്തിലുള്ള ടീം, ഹോമയുടെ സുഹൃത്തുക്കൾ, ധാരാളം ആൾക്കാരുണ്ട്. എല്ലാവരെയും കാണാൻ കഴിഞ്ഞ സന്തോഷമുണ്ട്. ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട IPCNയുടെ പുതിയ സുനിൽ തൈസ്റ്റർ, സിജു പൗലോസ്, വിശാഖ് ചെറിയാൻ ഇവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്ക് ഹോമയുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. നിങ്ങൾ ഇത്രയും കാലം ഹോമയ്ക്ക് തന്ന കൈത്താങ്ങിന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പേരുടെയും ഞങ്ങളുടെ എല്ലാ കമ്മിറ്റി അംഗങ്ങളുടെയും പേരിലുള്ള നന്ദിയും ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ എല്ലാ സഹായവും സപ്പോർട്ടും ഭൂമിക്ക് ഉണ്ടാകണം. എന്നെ സംബന്ധിച്ചുള്ള IPCNയെ കുറിച്ച് ഞാൻ കാണുമ്പോൾ അമേരിക്കയിൽ മലയാള ഭാഷയെ പരിപോഷിപ്പിക്കുവാൻ ഇവർ തരുന്ന സംഭാവനകൾ വളരെ ഫലപ്പെട്ടതാണ്.
നമ്മൾ നാട്ടിൽ രാവിലെ എഴുന്നേറ്റ് പത്രം വായിക്കുന്നു, ഒരു ചായ കുടിക്കുന്നു, അത് നമ്മുടെ ഒരു ശീലമായിരുന്നു നാട്ടിൽ നിന്ന് പഴയ ആൾക്കാരാണ്. ഇന്ന് രാവിലെ എന്നെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഞാൻ അമേരിക്കയിലെയും കേരളത്തിലെയും ന്യൂസുകൾ കൂടുതൽ കാണുന്നത് ഇവിടുത്തെ പത്ര സുഹൃത്തുക്കൾ എഴുതുന്നതും അവരുടെ വീഡിയോ ക്ലിപ്പിലൂടെയാണ്. അതിനേക്കാളും വരെ അമേരിക്കയിലും കാനഡയിലുമുള്ള മലയാളി അസോസിയേഷനുള്ള പ്രവർത്തനങ്ങൾ ലോകത്തെമ്പാടും പ്രത്യേകിച്ച് കേരളത്തിലും അമേരിക്കയിലും അങ്ങോളം എത്തിക്കുവാൻ ഇവർ ചെയ്യുന്ന സംഭാവനകൾ എത്ര കണ്ടാലും പ്രകീർത്തിച്ചാലും മതി വരില്ല. തീർച്ചയായും നിങ്ങളുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ അമേരിക്കൻ മണ്ണിലെ മലയാള ഭാഷയെ നമ്മുടെ സംസ്കാരവും കലകളും മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ നിങ്ങളുടെ അനുഭവത്തോടുകൂടി ഒരു കാര്യം കൂടെ ഭൂമിയെക്കുറിച്ച് പറഞ്ഞോട്ട്, ഭൂമിയുടെ വരുന്ന നാഷണൽ കൺവെൻഷന് അടുത്ത ഓഗസ്റ്റ് മാസം 8 മുതൽ 11 വരെ ഡൊമിനിക്കൻ റിപ്പബ്ലിക് പുന്തക്കാനായി വെച്ച് നടത്തുന്നു. അതിലേക്ക് ഇവിടെ കുറിക്കുന്ന എല്ലാവരെയും കുടുംബസമേതം ഭൂമ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ ക്ഷണിക്കുകയാണ്. ഒരിക്കൽ കൂടി IPCയുടെ പുതിയ കമ്മിറ്റിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. Thank you. Next, may I request WMC Global President, Mr. Thomas Murtical, to say a few words. Respected dignitaries, Council General, MLA, Matthew, Sunil Tristar, President, IPCNA, Shio Carlos, Secretary, and all other office bearers of IPCNA, particularly the York chapter, who is celebrating their inauguration of their activities. On behalf of WMC, I extend all our greetings and wishes to you and your activities. WMC, it is after a long time that a person from the US has been elected, popularly elected as the global president. And also New Jersey is blessed to have the national president from here and also the global vice president in charge of America. So with all this strength of WMC in New Jersey, for the benefit of the information of the CG and his people in the embassy, I just like to have one word that WMC represent the Malayali community all over the world, that is east to west, north to south. We have provinces in Russia, we have province in South Africa, we have province in Vancouver, and we have province in Sydney. So all these people communicate together, and the mission of WMC is to be the thought leadership for the community of Kerala and also. To IPCNA, I only will have one sentence and finish it. I remember the time Twitter has fired Trump. I think you all remember that. Twitter fired Trump. After a few days, the next news what we saw is Twitter is fired in India. So the media, how it is treated in two different countries, and so is many other countries, or how much media freedom is in America, that you can even take out the number one man, the President of the United States of America. Twitter had the freedom to do that without any fear of any consequences. And with that said, IPCNA operating in the US has same freedom, and I wish IPCNA realize that and use that freedom to promote justice, freedom, and happiness of all, peace of all. May God bless you, IPCNA, and all your activities. Thank you. Thank you. Now I'd like to request Asha Matthew, the Joint Secretary for IPCNA, to talk about the upcoming programs for the year 24-25. Thank you, Pravina. Respected dignitaries, leaders, media professionals, and my dear friends. 2024-2025
2025 IPCNയുടെ array of sequence events ന്റെ ഒരു ഹൈ ലെവൽ ഓവർവ്യൂ നൽകുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി. സമയപരിധി ഉണ്ടെന്നറിയാം, അപ്പോൾ അതുകൊണ്ട് I'm just going to breeze through it. Incorporate AI. So in a world of heavily integrated with artificial intelligence, ഈ വർഷം AI എങ്ങനെ മീഡിയ സെക്ടറിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാം എന്നതിനുള്ള വിവിധ സെമിനാറുകളും ട്രെയിനിങ് സെഷൻസും ഞങ്ങൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. കേരള മീഡിയ അക്കാദമിയായി കൊളാബറേറ്റ് ചെയ്ത് ജേർണലിസം പ്രസ് ക്ലബ് വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി സപ്പോർട്ട് പ്രോഗ്രാംസ് രൂപകൽപ്പന ചെയ്യുന്നുണ്ട്. IPCNയുടെ ബ്രാൻഡ് ന്യൂ അറ്റ്ലാന്റ ചാപ്റ്റർ ആരംഭിക്കുന്നതായിരിക്കും. IPCNയുടെ പിവറ്റൽ ഇവന്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന മാധ്യമശ്രീ മാധ്യമരത്ന അവാർഡ് സെറമോണീസ് ഇക്കൊല്ലം കൊച്ചിയിൽ വെച്ചാണ് January 10, 2025. Please mark your calendars. Details and venue will be shared later. Yet another event slated for this year is a Press Club Connect program. E programming, we will be reaching out to every press club in Kerala and in the Gulf regions to bring media personnels connected into a planning, and we are also planning a contest along the streams of the same thing that we are planning to do. And in addition, we're also planning various sessions for media personnel to connect and interact more with various regional and national organizations within the United States. അതുപോലെ തന്നെ in October 2025, as we always know, we will be having the IPCNA International Media Conference in New York, New Jersey area. ഇതൊക്കെയാണ് 2024-2025 sequence of event planned by IPCNA. അപ്പോൾ ഇത്രയും ഫാസ്റ്റായിട്ട് ബ്രീസ് ത്രൂ ചെയ്തതേ ഉള്ളൂ. There are so many details to it, and I know that you will know about it later. അപ്പം as we know more about it, we will be sharing it with you. എല്ലാവരുടെയും അനുഗ്രഹവും സഹായ സഹകരണങ്ങളും ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. Wishing you all a very fabulous evening. Thank you. Thank you, Asha. Next, may I request the New York chapter president, Mr. Shole Kumbliveril, to please speak a few words. Good evening. IPCNയുടെ നാഷണൽ പ്രസിഡന്റ് ശ്രീ സുനിൽ ട്രൈസ്റ്റാർ, പ്രിയങ്കരനായ MLA റോജി ജോൺ, ഓണറബിൾ CG വിനയ ശ്രീകാന്ത് പ്രധാൻ, ഓണറബിൾ ജഡ്ജ് ജൂലി മാത്യു, ഈ വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ, സുനിൽ ട്രൈസ്റ്റാറിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന IPCNയുടെ നാഷണൽ കമ്മിറ്റിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ IPCNA ന്യൂയോർക്ക് ചാപ്റ്ററിൽ ഉണ്ടാകണം. ഇവിടെ ഫോമയുടെയും ഫൊക്കാനയുടെയും വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഒക്കെ നേതാക്കന്മാരുണ്ട്. നിങ്ങളൊക്കെ പ്രസ് മീറ്റൊക്കെ വിളിക്കണം. അതൊക്കെയാണ് ഞങ്ങളുടെ ചില വരുമാന മാർഗങ്ങൾ. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നല്ല നമസ്കാരം. Thank you. With that, we're coming to the end of the event. May I request Vishak Charian to please render the vote of thanks. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന മഹത്തായ സംഘടനയുടെ പ്രവർത്തനോദ്ഘാടനത്തിൻ്റെ അന്ന് എനിക്ക് നന്ദി പറയാനായിട്ടൊരു വലിയ ലിസ്റ്റാണുള്ളത്. പക്ഷേ സമയപരിധി മൂലം അത് വെട്ടിച്ചുരുക്കേണ്ടി വന്നിരിക്കുന്നു. എന്തെങ്കിലും പരാതിയോ പരിപ്പോ ഉണ്ടെങ്കിൽ കോൺടാക്ട് സുനിൽ ട്രൈസ്റ്റാർ. ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA, അങ്കമാലിയുടെ MLA എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇന്ത്യ പ്രസ് ക്ലബിൻ്റെ സ്വന്തം റോജി ജോൺ തിരക്കേറിയ സമയത്തിനിടയ്ക്കുള്ള വരികയും നമ്മളെല്ലാവരെയും വീണ്ടും കാണുകയും ചെയ്തതിന് ഞാൻ വീണ്ടും നന്ദി അറിയിക്കുകയാണ്. Next, on behalf of India Press Club, I express our sincere gratitude to Honorable Consul General of India, Binay Srikanth Pradhan, for spending his invaluable time with us and blessing this auspicious occasion with this gracious presence. Thank you, sir. അടുത്തായിട്ട് Honorable Julie Matthew, Honorable Judge Julie Matthew, വരും തലമുറയ്ക്ക് എസ്പെഷ്യലി ഫോർ മലയാളീസ് ഒരു ഇൻസ്പിറേഷനാണ്. എല്ലാവർക്കും ഡ്രീം കാണാൻ വേണ്ടിയിട്ടൊരു സാഹചര്യമാണ് ത്രൂ യു നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ graciously blessing this occasion.
ബോർഡ് ചെയർമാൻ സുനിൽ തൈമറ്റും അതുപോലെ തന്നെ അഡ്വൈസറി ബോർഡ് അംഗങ്ങളും ആയിട്ടുള്ളവർക്കുമാണ്. പിന്നീട് എനിക്ക് നന്ദി പറയാനുള്ളത് നമ്മുടെ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സംഘടനാ പ്രവർത്തകരാണ്. ഫൊക്കാന WMC നേതാക്കൾ വേദിയിലുണ്ട്. ഡോക്ടർ ബാബു സ്റ്റീഫൻ, ബിജു തോണിക്കടവിൽ, ശ്രീ തോമസ് മൊട്ടക്കൽ, അവർക്ക് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ സംഘടനയും മലയാളി സംഘടനകളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ചില പേരുകൾ പറയുന്നു. ഫൊക്കാന സെക്രട്ടറി കലാസാഹി, ഫൊക്കാന ട്രഷറർ ബിജു കുട്ടാനക്കര, ഫോമർ ജോയിന്റ് ട്രഷറർ ജെയിംസ് ജോർജ്, കാഞ്ച് പ്രസിഡന്റ് ബിജു വർഗീസ്, KSNJ പ്രസിഡന്റ് ജിയോ ജോസഫ്, കേരള സമാജം ഓഫ് ന്യൂയോർക്ക് സിബി ഡേവിഡ്, പ്രസിഡന്റ് ഓഫ് ഡാലസ് അസോസിയേഷൻ സാം മാത്യു. അതുപോലെ പ്രത്യേകമായിട്ട് നന്ദി പറയാനുള്ളത് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളോടൊപ്പം നിൽക്കുന്ന ദിലീപ് വർഗീസ്, അനിയൻ ജോർജ്, ബേബി ഒരാളിൽ, ഫിലിപ്പോസ് ഫിലിപ്പ്, സജി പോത്തൻ, തങ്കം അരവിന്ദ്, ഇവർക്കെല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതിലെല്ലാം ഉപരിയായിട്ട് നന്ദി പറയേണ്ടത് ഈ ഒരു വെള്ളിയാഴ്ച ദിവസം, ഈ ഒരു തിരക്കേറിയ ദിവസം നിങ്ങൾ എല്ലാവരോടും എത്തുകയും യഥാസമയം നിങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും അവരുടെ നന്ദി അറിയിക്കുകയാണ്. പിന്നീട് എനിക്ക് നന്ദി പറയാനുള്ളത് നമ്മുടെ ഇന്ത്യ പ്രസ് ക്ലബിന്റെ ചാപ്റ്റേഴ്സ് പല സ്ഥലങ്ങളിലും വന്നെത്തിയിട്ടുണ്ട്. അവരുടെ ഭാരവാഹികൾ, അതുപോലെ തന്നെ ഇത് ഭംഗിയായിട്ട് ഇത് ഹോസ്റ്റ് ചെയ്ത ന്യൂയോർക്ക് ചാപ്റ്റർ പ്രസിഡന്റും ഭാരവാഹികളും അവർക്കുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ അതോടൊപ്പം ഈ വേദി നമുക്കായി ഒരുക്കുന്ന ട്വൈലൈറ്റ് മീഡിയ ഷിജോ പോലോസും മസാറ്റോ ഈവൻസ് ടോം ജോസഫിനും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഈ സാധനം വളരെ ഭംഗിയായി MC ചെയ്ത പ്രവീണ മേനോന് പ്രത്യേകം നന്ദി ഈ ഒരു സാഹചര്യത്തിൽ അറിയിച്ചു കൊള്ളുന്നു. അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്. ഗോഡ് ബ്ലസ് അമേരിക്ക. താങ്ക് യു വിശാഖ്. വിശാഖ് ആദ്യം നന്ദി പറഞ്ഞു തുടങ്ങിയപ്പോൾ എന്നെ തിരിഞ്ഞു നോക്കിയിട്ട് ഉടനെ MLA എന്ന് പറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാൾ എന്നെ നോക്കിയിട്ട് അങ്ങനെ പറഞ്ഞത്. താങ്ക് യു ഫോർ ദാറ്റ്. Anyway, jokes apart, let's go to the most important part of this evening. It's definitely not enough words to say gratitude to our honorable guest, for Councillor General, for joining us this evening. So as a token of appreciation, we would like to hand over a memento. And to do the honors, may I request Honorable Guest MLA Roji John to please hand over the memento to our Honorable Councillor General with a big round of applause. Thank you guests, thank you dignitaries for joining us at this inaugural event of IPCNA Committee for the year 2024-25. The evening is not done yet. We are very soon starting the anniversary celebrations of Twilight Media Productions and Masato events right here. But until then, thank you so much for joining us to this part of the event, and I'm Praveena Menon, and thank you all for your support here. Okay, I've been asked to say I'm signing off because yes, there will be another MC for the rest of the event. This is Praveena Menon signing off, just like how we say it in the media world. Thank you. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക 21 വർഷത്തെ മികച്ച പ്രവർത്തന പാരമ്പര്യവുമായി മാധ്യമലോകത്തെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് അനുസ്യൂതം മുന്നേറുന്ന ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ 2024-2025 വർഷത്തെ കമ്മിറ്റിയുടെ പ്രവർത്തനോദ്ഘാടന വേദിയിലെത്തി നിൽക്കുമ്പോൾ ഈ സംഘടനയ്ക്ക് ചാരിതാർത്ഥ്യം മാത്രം. മാധ്യമപ്രവർത്തകരുടെ ചെറിയ കൂട്ടായ്മയായി തുടങ്ങി ഇന്നിപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും വലിയ മാധ്യമ അവാർഡുകൾ നൽകുന്ന സംഘടന. കേരളത്തിലെ മുതിർന്നവരും അർഹിക്കുന്നവരുമായ മാധ്യമപ്രവർത്തകരെ ഏറ്റവും വലിയ പാരിതോഷികം നൽകി ആദരിക്കുന്ന മാധ്യമ പുരസ്കാര വേദി. കഴിഞ്ഞ വർഷം നടത്തിയ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച ഗുരുവന്ദനം പരിപാടി ഇന്ത്യ പ്രസ് ക്ലബിന് മാത്രം അവകാശപ്പെടുന്നതാണ്. കേരളത്തിലെ ഏറ്റവും മുതിർന്ന വിരമിച്ച മാധ്യമപ്രവർത്തകരെ
കൊച്ചിയിലെ ബോൾഗാട്ടി പാലസിൽ വെച്ച് നടത്തിയ പ്രൗഢഗംഭീരമായ മാധ്യമശ്രീ മാധ്യമരത്ന പുരസ്കാരദാന ചടങ്ങിൽ വെച്ച് സ്വർണ്ണ പതക്കം നൽകി ആദരിച്ചത് പ്രസ് ക്ലബിന്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി മാറി. ഇവിടെ 7ാം കടലിനക്കരെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാധ്യമ കോൺഫറൻസ് 2025 അരങ്ങേറുന്നു. കോൺഫാബ് എന്ന പേരിൽ ഏറ്റവും നല്ല വിജ്ഞാനപ്രദമായ സെമിനാറുകൾ, ഗ്രൗണ്ടിംഗ് എന്ന നാമധേയത്തിൽ മാധ്യമരംഗത്തെ വിഖ്യാതരായവരെ ഉൾപ്പെടുത്തി നടത്തുന്ന ഏറ്റവും വിപുലമായ പരിശീലന ക്ലാസുകൾ, മാധ്യമപ്രവർത്തകരെയും സംഘടനാ നേതാക്കളെയും രാഷ്ട്രീയ രംഗത്തെ അധികായരെയും ജനങ്ങളെയും ഉൾപ്പെടുത്തി പീപ്പിൾസ് ഫോറം ലൈവ് എന്ന ഏറ്റവും ജനപ്രിയമായ തത്സമയ സംവാദം ടോക്ക് ഷോ, നോർത്ത് അമേരിക്കയിലെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന മാധ്യമപ്രവർത്തകരെ പുരസ്കാരങ്ങൾ നൽകി പ്രചോദനം നൽകുക, ആദരിക്കുക, ഇവയെല്ലാം തന്നെ അന്താരാഷ്ട്ര കോൺഫറൻസിന്റെ ഭാഗമാണ്. കേരളത്തിലെ മീഡിയ അക്കാദമിയുമായി ചേർന്ന് പുതുതായി തുടങ്ങാൻ പോകുന്ന പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കുകയാണ് ഇപ്പോൾ. ഇതിലൂടെ കേരളത്തിലെ ജേർണലിസ്റ്റ് വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായുള്ള കാര്യങ്ങൾ ഈ വർഷത്തെ പ്രധാന പരിപാടികളിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയും കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള എല്ലാ പ്രസ് ക്ലബ്ബുകളുമായി സഹകരണം സ്ഥാപിക്കാൻ ഒരു പ്രസ് ക്ലബ് കണക്ട് പരിപാടിയും വിഭാവനം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സാധ്യതമാകുന്നത് നോർത്ത് അമേരിക്കയിലെ മാധ്യമപ്രവർത്തകരുടെയും മാധ്യമങ്ങളെ അകമഴിഞ്ഞ് സഹായിക്കുന്ന ഒരുപറ്റം വ്യവസായ സംരംഭകരുടെയും കൂട്ടായ സഹകരണത്തിലൂടെ മാത്രമാണ്. 2 പതിറ്റാണ്ടിന്റെ നിറവിൽ ബൃഹത്തായ 10ാമത് അന്താരാഷ്ട്ര കോൺഫറൻസിന് മയാമിയിൽ തിരശ്ശീല വീണപ്പോൾ തിങ്ങി നിറഞ്ഞ സദസ്സിനെ സാക്ഷി നിർത്തി ദീപനാളം അന്നത്തെ പ്രസിഡന്റ് സുനിൽ തൈമറ്റത്തിൽ നിന്നും 2024-2025 വർഷത്തെ പ്രസിഡന്റ് സുനിൽ ട്രൈസ്റ്റാർ ഏറ്റുവാങ്ങിയ ശേഷം ഈ മഹനീയ വേദിയിൽ പുതിയ കമ്മിറ്റിയുടെ പ്രവർത്തനോദ്ഘാടനത്തിന് തിരികൊളുത്തുന്നു. വാഗ്ദാനങ്ങൾക്കു പുറമെ പ്രവർത്തനങ്ങൾ എന്ന ആപ്തവാക്യമാണ് സംഘടനയുടെ മുന്നോട്ടുള്ള കാഴ്ചപ്പാട്. പ്രസ് ക്ലബിന്റെ അടുത്ത 2 വർഷത്തെ പ്രവർത്തനങ്ങളുടെ തുടക്കമാണ് ഈ സമ്മേളനം. നവമാധ്യമങ്ങളുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഈ യുഗത്തിൽ എങ്ങനെ ഇതെല്ലാം പ്രായോഗികമാക്കാം എന്ന ചർച്ചകൾക്കും ഇവിടെ തുടക്കം കുറിക്കുന്നു. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ന്യൂയോർക്ക് ചാപ്റ്റർ ആതിഥ്യമരുളുന്ന ഈ മഹനീയ വേദിയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വിതൗട്ട് ഫർദർ ഡ്യൂ, ലെറ്റ്സ് വെൽക്കം ദ മാസ്റ്റർ ഓഫ് സെറമണി ടു ദിസ് ഈവനിംഗ്, പ്രശസ്ത ടെലിവിഷൻ ആങ്കർ കൂടിയായ പ്രവീണ മേനോൻ.